നമസ്കാരം. സഫിർജാൻ EXന്റെ ടാലി പ്രൈമിനെ അടിസ്ഥാനമാക്കിയുള്ള പുതിയ പ്രാക്ടിക്കൽ ക്ലാസ്സിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് പേറോൾ ഓൺ അറ്റൻഡൻസ്, അതായത് ടാലി പ്രൈമിൽ എങ്ങനെയാണ് നമ്മൾ പേറോൾ ഓൺ അറ്റൻഡൻസ് റെക്കോർഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്കറിയാം, കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മൾ പേറോൾ അപ്ലോഡ് ചെയ്തിരുന്നു, പേറോളിൻ്റെ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്തിരുന്നു. ഇത് നമ്മൾ ഫ്ലാറ്റ് റേറ്റിനെ ബേസ് ചെയ്തിട്ടായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ അപ്ലോഡ് ചെയ്തിരുന്നത്. ഫ്ലാറ്റ് റേറ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഒരു എംപ്ലോയി അയാൾ ജോലി ചെയ്താലും ചെയ്തില്ലെങ്കിലൊക്കെ അയാൾക്ക് കറക്റ്റായിട്ട് സാലറി കിട്ടുന്നത് ഫിക്സഡ് സാലറിയാണ്. പക്ഷേ ഇവിടെ നമ്മൾ കുറച്ചും കൂടെ നമ്മൾ എന്ത് ചെയ്യാൻ പോകണം, കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ലെവലിലേക്ക് ചിന്തിക്കാൻ പോകണം. അതായത് അയാൾ എത്ര ദിവസം വന്നു എന്നതിനെ ബേസ് ചെയ്തിട്ടാണ് ഇനി നമ്മൾ സാലറി കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ അയാൾ വന്ന സാലറി മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ ദിവസക്കൂലിയൊക്കെ നമ്മൾ കൊടുക്കുമ്പോൾ ഓരോ ദിവസത്തെ കൂലി ഒന്നിച്ചൊരു മാസമൊക്കെ നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ലെവലിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഏത് ദിവസമാണോ അയാൾ ലീവ് ഉള്ളത് ആ ലീവിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ലീവുള്ള ദിവസങ്ങളിലൊക്കെ നമുക്ക് സാലറി അല്ലെങ്കിൽ വേജ് കട്ട് ചെയ്തിട്ടൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് അറ്റൻഡൻസിൻ്റെ കീഴിൽ എങ്ങനെയാണ് വേജ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ദിവസം നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു അറ്റൻഡൻസ് എടുക്കേണ്ടി വരും. അപ്പോൾ എത്ര ദിവസം വന്നു എന്നുള്ളത് പെർസെൻറ്റേജ് ആയിട്ട് നമുക്ക് കൊടുക്കേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ മന്ത്ലി ആയാലും ഡെയിലി ആയാലും നമ്മൾ എങ്ങനെയാണ് ഈ വേജ് ടോട്ടൽ അവരുടെ അറ്റൻഡൻസിനെ ബേസ് ചെയ്ത് ചെയ്യാം എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്. ഓക്കെ, അപ്പോൾ പേറോൾ എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ഉള്ളൊരു ഭാഗമാണ്. ടാലി പഠിക്കണമെങ്കിൽ എന്തായാലും നമുക്ക് പേറോൾ മസ്റ്റായിട്ട് നമുക്ക് പഠിക്കാൻ വേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഇതുവരെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ട ആവശ്യമില്ല, ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക. നിങ്ങൾ ഷെയർ ചെയ്യുന്നതിനനുസരിച്ചായിരിക്കും ഇത് എല്ലാവരുടെ കയ്യിലേക്കും ക്ലാസ്സുകൾ എത്തിച്ചേരുന്നത്. അപ്പോൾ വളരെയധികം അത്യാവശ്യമുള്ള ഒരുപാട് ആളുകളുണ്ട്, അവർക്കൊക്കെ വളരെയധികം ഉപകാരപ്പെടുന്നൊരു ക്ലാസ് കൂടിയാണ് നമ്മൾ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാവിധ ക്ലാസ്സുകളും. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളോ എന്തെങ്കിലും ഡൗട്ട്സുകളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻസിലൂടെ ചോദിക്കാം. പെട്ടെന്ന് നൽകാൻ പറ്റുന്ന കമൻസുകളാണെങ്കിൽ ഞാൻ ഉടനെ തന്നെ റീപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഇനി ഞാൻ ക്ലാസ്സുകൾ ചെയ്യാം. അപ്പോൾ നമുക്ക് ഇവിടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. പേറോൾ ഓൺ അറ്റൻഡൻസ്. ഇതിനു വേണ്ടി നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ സാധാരണ കീബോർഡിൽ F11 ബട്ടൺ പ്രസ് ചെയ്തിട്ട് F11 പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൽ പേറോളിൻ്റെ ഓപ്ഷൻ കാണാം. പേറോൾ എന്ന് പറയുന്ന ഹെഡിങ്ങിൻ്റെ താഴെയായിട്ടുണ്ടാവും മെയിൻറ്റെയിൻ പേറോൾ എന്ന് പറയുന്ന ഓപ്ഷൻ, അതിലുണ്ടാവും. അത് എസ് കൊടുക്കുക. അത് എസ് കൊടുത്തു കഴിഞ്ഞാൽ നേരെ എൻ്റർ ചെയ്യുന്നു. എൻ്റർ ചെയ്തിട്ട് നേരെ സേവ് ചെയ്യും. ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, ഗേറ്റ് വേ ഓഫ് ടാലിയിൽ വരിക. ഗേറ്റ് വേ ഓഫ് ടാലിയിൽ വന്ന ശേഷം ക്രിയേറ്റ് എടുക്കുക. ക്രിയേറ്റിലുണ്ടാവും പേ ഹെഡ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. ഈ പേ ഹെഡ്സ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ എന്താണോ എംപ്ലോയീസിന് നമ്മൾ കൊടുക്കേണ്ടത് അത് നമുക്കിവിടെ കൊടുക്കാൻ പറ്റും. അപ്പം ഞാൻ ഇവിടെ കൊടുക്കുകയാണ്, നെയിം എന്നുള്ളിടത്ത് വേജ് ടൈപ്പ് ചെയ്ത് കൊടുത്തു. പേ ഹെഡ് ടൈപ്പ് എന്നുള്ളിടത്ത് ഏണിംഗ് ഫോർ എംപ്ലോയീസ്, വേജ് എംപ്ലോയീസിന് ഏണിങ്സ് ആണ് നേട്ടായിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഏണിംഗ് ഫോർ എംപ്ലോയീസ്. ഇൻകം ടൈപ്പ് എന്നുള്ളിടത്ത് ഫിക്സഡ് കൊടുത്തു. അണ്ടർ എന്നുള്ളിടത്ത് ഡയറക്റ്റ് എക്സ്പെൻസ് കൊടുത്തു. വേജ് നമ്മൾ ഡയറക്റ്റ് എക്സ്പെൻസ് ആണതുകൊണ്ട് വേജ് ഡയറക്റ്റ് എക്സ്പെൻസ് കൊടുത്തു. അഫക്റ്റ് നെറ്റ് സാലറി ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ യൂസർ ഡിഫൈൻ കാൽക്കുലേഷൻ ഗ്രാറ്റുവിറ്റി എന്നുള്ളത് നമുക്ക് ഇപ്പോൾ ഞാൻ കൊടുക്കണില്ല. നമുക്ക് ഇത് വേജിൻ്റെ കൂടെ മറ്റെന്തെങ്കിലും ആനുകൂല്യങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിൽ മാത്രം എസ് കൊടുത്താൽ മതി. ഇപ്പോൾ ഞാൻ അതൊന്നും കൊടുത്ത് കാണിക്കുന്നുണ്ട്, അപ്പോൾ നോട്ടിനെ കൊടുക്കുകയാണ്. അതുപോലെ ഇനി നമ്മൾ കാൽക്കുലേഷൻ ടൈപ്പ് എന്നുള്ളത് ഓൺ അറ്റൻഡൻസ് ആണ് സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ അറ്റൻഡൻസിൻ്റെ ബേസിലാണ്. അപ്പോൾ ഇനി ഇവിടെ ചോദിക്കുന്ന അറ്റൻഡൻസ് ഫോർ ലീവ് വിത്ത് പേ എന്നുള്ളിടത്ത് നമ്മൾ Alt+C അടിച്ചിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യാം. എന്താ ക്രിയേറ്റ് ചെയ്യണം, ഒന്നെങ്കിൽ Alt+C അടിക്കുക, അല്ലെങ്കിൽ അവിടെ ക്രിയേറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ കണ്ടല്ലോ, അതിൽ കൊണ്ടുപോയി സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അവിടെ നമ്മൾ അറ്റൻഡൻസ് എന്ന് പറഞ്ഞിട്ട് ക്രിയേറ്റ്, അറ്റൻഡൻസ് ഷീറ്റിന് വേണ്ടിയുള്ള ഒരു പേര് നമ്മൾ അറ്റൻഡൻസ് എന്ന ഷീറ്റ് ക്രിയേറ്റ് ചെയ്യും. അണ്ടർ എന്നുള്ളടത്ത് പ്രൈമറി ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ഇവിടെ നമുക്ക് കാണാൻ പറ്റും അറ്റൻഡൻസ് ഫോർ ലീവ് വിത്ത് പാൻഡ്, ലീവ് വിത്തൗട്ട് പാൻഡ്, പ്രൊഡക്ഷൻ ഉണ്ട്, യൂസർ ഡിഫൈൻഡ് കറണ്ട് ടൈപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൽ നമ്മളിപ്പോൾ കൊടുക്കേണ്ടത് അറ്റൻഡൻസ് ഫോർ ലീവ് വിത്ത് പേ എന്നുള്ളത് കൊടുക്കാം. ലീവ് വിത്തൗട്ട് പേ ആണെങ്കിൽ അത് അതിനനുസരിച്ച് കൊടുക്കാം. അപ്പോൾ ലീവ് വിത്ത് പേ ആണ് ഇപ്പോൾ ഞാൻ കൊടുക്കുന്നത്. അപ്പോൾ നേരെ സെലക്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി, നേരെ എൻ്റർ ചെയ്യാം. അപ്പോൾ ഈ ഓപ്ഷനുകളൊക്കെ നമുക്ക് ഇനി ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് ഞാൻ ഈ ഒരു ലാസ്റ്റ് നമ്മളൊരു പേറോൾ തന്നെ ചെയ്യുന്നുണ്ട്, നമുക്ക് അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇപ്പോൾ നമുക്ക് ഇത്ര മനസ്സിലാക്കി. ഇവിടെ നമ്മൾ നേരെ സെലക്ട് ചെയ്ത് ലീവ് വിത്ത് പേ. അപ്പോൾ നേരെ സെലക്ട് ചെയ്തിട്ട് നമ്മൾ നേരെ എന്ത് ചെയ്യുന്നു,
സേവ് ചെയ്യാം. അപ്പോൾ നമ്മൾ അറ്റൻഡൻസിൻ്റെ കൊടുത്തു കഴിഞ്ഞു. കാൽക്കുലേഷൻ പീരീഡ് എന്നുള്ളടത്ത് ഡേയ്സ് ആണോ ഫോർട്ട് നൈറ്റ് ആണോ എന്താണെന്ന് വെച്ചാൽ അനുസരിച്ച് കൊടുക്കും. അപ്പോൾ ഡേയ്സ് ആണ് ഇപ്പോൾ ഞാൻ കൊടുക്കുന്നത്. അപ്പോൾ ഡേയ്സ് കൊടുത്തു, ദിവസക്കൂലി ഉണ്ടോ, അപ്പോൾ ഡേയ്സ് തന്നെ കൊടുത്തു. ഇനി എസ്കേപ്പ് അടിച്ചു. ഞാൻ വേറെയുള്ള ആനുകൂല്യങ്ങളൊന്നും ഇതിൻ്റെ കൂടെ കൊടുക്കണില്ല. ഇനി നമ്മൾ ആ ക്രിയേറ്റിൽ തന്നെ, അതായത് നമ്മളിപ്പോൾ ചെയ്ത ആ ക്രിയേറ്റിൽ തന്നെ നമ്മൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നു, അതിൽ എംപ്ലോയീസിനെ ക്രിയേറ്റ് ചെയ്യും. നേരത്തെ കൊടുത്തിരുന്ന പോലെയൊക്കെ തന്നെ എംപ്ലോയിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു. എംപ്ലോയി ആയിട്ട് ഞാൻ കൊടുക്കുന്നത് ഫസ്റ്റ് പേര് നോക്കാം, ഷാമിൽ കൊടുക്കുന്നു. അണ്ടർ ഞാൻ കൊടുക്കുന്നത് ഷാമിലിൻ്റെ അണ്ടർ ആരാണെന്നുണ്ടെങ്കിൽ അത് കൊടുക്കാൻ സെയിൽസ്മാൻ ആണ് കൊടുക്കുന്നത്. നേരെ എൻ്റർ ചെയ്യുമ്പോൾ നമ്മൾ നോയിൻ്റാണ്, ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നേരെ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മോട് ചോദിക്കുന്ന ഡിഫൈൻ സാലറി ഡീറ്റെയിൽ എന്നുള്ളടത്ത് എസ് കൊടുക്കുക. എന്നിട്ട് ഇവിടെ നമ്മൾ കൊടുക്കുക വേജ് എത്രയാണ് നമ്മൾ കൊടുക്കുന്നത്. ഈ സെയിൽസ്മാൻ നമ്മൾ ഷാമിൽ എന്ന് പറഞ്ഞ സെയിൽസ്മാൻ നമ്മൾ കൊടുക്കുന്നത് ഒരു 500 ആണ്. അപ്പോൾ ഞാൻ 500 കൊടുത്തു. ഓക്കെ, പിന്നെ ആ എംപ്ലോയിയെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആണ് ഇവിടെ ചോദിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഞാൻ കൂടുതലൊന്നും കൊടുക്കുന്നത് നേരെ എൻ്റർ ചെയ്തിട്ട് സേവ് ചെയ്തു. നെക്സ്റ്റ് നമുക്ക് അടുത്തതായിട്ട് കൊടുക്കാനുള്ളത് അനിൽ ആരാണ് നോക്കുക. അനിൽ ഞാൻ അക്കൗണ്ടൻ്റ് ആയിട്ടാണ് കൊടുക്കുന്നത്. അക്കൗണ്ടൻ്റ് കൊടുത്തിട്ട് നേരെ എൻ്റർ ചെയ്യുന്നു. ഓക്കെ, സേവ് ചെയ്യാം. ഇനി അതിന് ശേഷം ഡിഫൈൻ സാലറി ഡീറ്റെയിൽസ് കൊടുക്കുന്നു. വേജ് സെലക്ട് ചെയ്യാം. വേജ് സെലക്ട് ചെയ്ത ശേഷം നമ്മൾ എത്രയാണ്, 750 അക്കൗണ്ടൻറ്റിന് ഒരു ദിവസം നമ്മൾ കൊടുക്കുന്നത്. നേരെ എൻ്റർ ചെയ്യുന്നു. അത് നേരെ എൻ്റർ ചെയ്തിട്ട് നേരെ സേവ് ചെയ്യും. അങ്ങനെ സേവ് ചെയ്തിട്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് നേരത്തെ ചെയ്ത പോലെ തന്നെ നേരെ പേറോൾ വൗച്ചർ എടുത്തിട്ടാണ് ചെയ്യേണ്ടത്. പേറോൾ വൗച്ചർ നമുക്ക് ഇനി മിസ്സാക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കറിയാം പേറോൾ വൗച്ചറിന് Ctrl F4 ആണെന്നുള്ളത്. പക്ഷേ Ctrl F4 നമുക്ക് ആദ്യം ചെയ്യേണ്ടത്, പേറോളല്ല ആദ്യം ചെയ്യേണ്ടത് അറ്റൻഡൻസിലാണ്. കണ്ടോ, അറ്റൻഡൻസ് എന്നൊരു ഓപ്ഷൻ കണ്ടോ, ഒരു വൗച്ചർ നമ്മൾ അറ്റൻഡൻസ് എടുക്കണം ആദ്യം. അപ്പോൾ ഈ പേറോൾ വൗച്ചേഴ്സ് എന്നുള്ളത് താഴെ ഉണ്ടാവും അറ്റൻഡൻസ് എന്ന ഓപ്ഷൻ. അതിലൊന്ന് എൻ്റർ അടിച്ചാൽ മതി. അതിൽ ഷോർട്ട് കട്ട് നമുക്ക് കാണിക്കണില്ല, അതുകൊണ്ട് നേരെ എൻ്റർ അടിച്ചാൽ മതി. എന്നിട്ട് നമുക്ക് പേറോൾ വൗച്ചർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ കണ്ടോ, അറ്റൻഡൻസിന് ഷീറ്റ് വന്നു കഴിഞ്ഞു. നമ്മൾ അറ്റൻഡൻസ് എടുക്കുക. അറ്റൻഡൻസ് കൊടുക്കാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അതിൽ പേറോൾ ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മൾ അറ്റൻഡൻസിൻ്റെ ബേസ് ചെയ്തിട്ടാണ് വേജ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എംപ്ലോയിനെ കൊടുത്തു, അനിൽ കൊടുത്തിട്ട് അവിടെ അറ്റൻഡൻസ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് അവിടെ നമ്മൾ എന്ത് ചെയ്യാം, എത്ര ദിവസമാണോ അനിൽ വന്നിട്ടുള്ളത്, പ്രസൻറ്റ് ആയിട്ടുള്ളത്, ജോലി ചെയ്തിട്ടുള്ളത്, ആ ദിവസമാണ് അവിടെ കൊടുക്കേണ്ടത്. ഞാൻ കൊടുത്തു. ഒരു കുറച്ച് ഡേയ്സ് ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ അടുത്ത ആൾ അറ്റൻഡൻസ് സെലക്ട് ചെയ്യുന്നു. ഓക്കെ, 22 ദിവസമാണ് ഞാൻ അനിലിന് കൊടുത്തിട്ടുള്ളത്. 18 ദിവസമാണ് ഞാൻ ഷാമിലിന് കൊടുക്കുന്നത്. അപ്പോൾ ഇനി ഇവർ ദിവസം വന്നതിനെ അടിസ്ഥാനമാക്കിയിട്ടായിരിക്കും അവർക്കുള്ള വേജ് കിട്ടുന്നത്. അതായത് ഇത് അതായത് അവരുടെ പെർസെൻറ്റേജ് ഇൻറ്റു അവരുടെ വേജ്. ഇനി നമ്മൾ പേറോൾക്ക് തിരിച്ചു വരിക. അതായത് Ctrl F4 അടിക്കുക. എന്നിട്ട് അക്കൗണ്ട് എന്നുള്ളടത്ത് ക്യാഷ് ആണോ ബാങ്ക് ആണോ എന്താണെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യാം. Ctrl F4 ആണ് നമ്മൾ പേറോളായിട്ട് ചെയ്യേണ്ടത്. ഇവിടുന്ന് നമ്മൾ എന്ത് ചെയ്യുക, Ctrl F അടിക്കുക. Ctrl F അടിച്ചാൽ പേറോൾ ഓട്ടോ ഫില്ല് വരുള്ളൂ. Ctrl+F. ERP-ലൊക്കെ ആണെങ്കിൽ Alt ഒക്കെ അടിച്ചിട്ടാണ് നമ്മൾ ചെയ്തിരുന്നത്. ഇപ്പോൾ ഇവിടെ നമ്മൾ Ctrl F അടിക്കുമ്പോൾ ടൈപ്പ് ഓഫ് ട്രാൻസാക്ഷൻ എന്നുള്ളടത്ത് പേറോൾ ഓട്ടോ ഫില്ല് സെലക്ട് ചെയ്യും. എന്നിട്ട് നമ്മൾ സാധാരണ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ചെയ്ത പോലെ തന്നെ പ്രോസസ് 4 എന്നുള്ളടത്ത് നമുക്ക് സാലറി സെലക്ട് ചെയ്യാം. പേജാണ് നമുക്ക്, പക്ഷെ നമുക്ക് സാലറി സെലക്ട് ചെയ്യാം. ഇവിടെ നമ്മൾ സെയിം ഡേറ്റിനെ കൊടുക്കുക. കാരണം ഇതിൽ ഡേറ്റ് വർക്ക് ആവാത്തതുകൊണ്ട് സെയിം ഡേറ്റിനെ കൊടുക്കുക. നമ്മൾ ഡേയ്സിൻ്റെ ബേസ് ചെയ്തിട്ടാണല്ലോ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് ഇട്ടാം. ഇതേപോലെ തന്നെ നേരെ എൻ്റർ ചെയ്താൽ മതി, വേറെ ഒന്നും ചെയ്യാനില്ല. ഈ കാണിക്കുന്നത് പോലെ നേരെ എൻ്റർ ചെയ്തിട്ട് കണ്ടോ, കറക്റ്റായിട്ട് വന്നിട്ട് അനിലിന് നമുക്ക് ഇത്രയാണ് അനിലിന് കൊടുത്തിരുന്നത് 750 ആയിരുന്നു. അയാൾ 18 ദിവസമാണ് വന്നത്. 18 എത്രയാണ്, 22 ദിവസമായിട്ടാണ് വന്നിട്ടുള്ളത്. 18 × 750 വന്നിട്ടുള്ളത് സാലറി അയാൾക്ക്. അതേപോലെ തന്നെയാണ് വേജ് 500 ആർക്ക് കൊടുത്തിരുന്നത്, ഷാമിലിന് കൊടുക്കുന്നത്. അയാൾ എത്ര ദിവസം, 18 ദിവസമായിട്ട് വന്നിട്ടുണ്ടാവുള്ളൂ. 18 × 500 അവിടെ വന്നിട്ടുള്ള അയാൾക്കുള്ള വേജ്, ഒരു മാസത്തെ വേജ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, അറ്റൻഡൻസിനെ ബേസ് ചെയ്തിട്ട് കൊടുക്കുന്നത്. എൻ്റെ റിപ്പോർട്ട് കാണണമെങ്കിൽ ഗേറ്റ് വെബ്റ്റാലിൽ ഡിസ്പ്ലേ എമൗണ്ട് റിപ്പോർട്ടിൽ പേറോൾ റിപ്പോർട്ടിൽ വന്ന് നോക്കുക. അതിൽ ഞാൻ നേരത്തെ മുമ്പ് പറഞ്ഞാണ്, കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ പേ ഷീറ്റ് എടുക്കുക, പേ സ്ലിപ്പ് എടുക്കുക, എടുത്ത് തന്നെ കറക്റ്റായിട്ട് അതിനനുസരിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ട് എടുക്കുക. അതുപോലെ അറ്റൻഡൻസ് ഷീറ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഓരോരുത്തർ എത്ര ദിവസം അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, എത്ര ദിവസം ജോലി ചെയ്തിട്ടുണ്ട് എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ കണക്കാക്കാൻ പറ്റും. ഓക്കെ, ഇതാണ് അറ്റൻഡൻസ് ഷീറ്റ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ അറ്റൻഡൻസിൻ്റെ കീഴിൽ പേറോൾ റെക്കോർഡ് ചെയ്യുക എന്നുള്ളതാണ് പറഞ്ഞത്. ഇപ്പം നമ്മൾ ചെയ്തിട്ടുള്ളത് ദിവസക്കൂലിനെ ബേസ് ചെയ്തിട്ടാണ്.
ഇനി സാലറി ബേസ് ചെയ്ത്, അതായത് മന്ത്ലി സാലറി കൊടുക്കുമ്പോൾ അത് ഡേയ്സിനെ ബേസ് ചെയ്തിട്ടാവുമ്പോൾ, ഡേയ്സിനല്ല, അറ്റൻഡൻസിനെ ബേസ് ചെയ്തിട്ടാവുമ്പോൾ എങ്ങനെ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഇനി അടുത്ത ക്ലാസ്സായിട്ട് അപ്ലോഡ് ചെയ്യാൻ പോണത്. അപ്പോൾ ഇന്നത്തെ ഈ ക്ലാസ് നിങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കുക, എന്നിട്ട് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ തീരുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.